यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बन्धनान् मृत्योर्मुक्षीयमामृतात् त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बन्धनान् त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बन्धनान् मृत्योर्मुक्षीयमामृतात् महादेवा ശംഭോ മഹാദേവ ശംഭോ മഹാദേവ മഹാത്ഭുതം മഹാത്ഭുതം ഭഗവാന്റെ തിരുനടയിൽ തനിയെ പാലഭിഷേകം മഹാദേവൻ പ്രസാദിച്ചിരിക്കണു. തിരുമേനി, ഈ അത്ഭുതത്തിന് കാരണം എന്താണ്? നമുക്കറിയില്ല. പക്ഷേ പ്രപഞ്ചനാഥനായ ഭഗവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കണു. അതിന്റെ സൂചനയാണിത്. ഓം നമഃ ശിവായ 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 ഓം നമഃ ശിവായ. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം ഉർവാരുകമിക ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം ഉർവാരുകമിക ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം ഉർവാരുകമിക ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. കുഞ്ഞിപ്പെണ്ണെ, സന്തോഷമായില്ലേ? ഇനിയിപ്പോൾ പരമേശ്വരൻ കുഞ്ഞിപ്പെണ്ണിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ. എനിക്ക് നല്ല സന്തോഷമായി. ഇപ്പൊ ശിവഭഗവാനും ഉണ്ട്, ദേശമംഗൽ തമ്മയുണ്ട് എന്റെ കൂടെ. മോളെ, ഇങ്ങനെ ഒരു കാര്യം നടന്നുവെന്ന് ആരോടും പോയി പറയരുതേ. ഞാൻ പറയില്ല, ആരോടും പറയില്ല. ആരാ അത്? ഈശ്വര, ആരെങ്കിലും അറിഞ്ഞിട്ട് വന്നതാണോ? അമ്മേ, ഇത് ആരാണെന്ന് നോക്കിയേ. അങ്ങോ? ഇതാണോ വീട്? അതെ. എന്താ ഇവിടെ? അതോ, വള്ളത്തിന്റെ പണിക്ക് വേണ്ടി ഒരു മരം നോക്കാൻ ഇറങ്ങിയതാ. വഴി കുറച്ച് എളുപ്പമുണ്ടെന്ന് ആരോ പറഞ്ഞു. എന്തായാലും അത് നന്നായി. നിങ്ങളെ എനിക്ക് വീണ്ടും കാണാൻ സാധിച്ചല്ലോ. അന്ന് തന്ന വിഗ്രഹമില്ലേ, ഞങ്ങളത് വീടിനകത്ത് പ്രതിഷ്ഠിച്ചു. ഓ, മോളുടെ ആഗ്രഹമായിരുന്നു. തെറ്റാണോ ശരിയാണോന്ന് കുറെ പേരോട് ചോദിച്ചു. എന്നിട്ട് എന്തു പറഞ്ഞു? വേദക്കുട്ടി, ഇങ്ങി വാ. എന്താ മല്ലിയമ്മേ? പേടിക്കണ്ട. മേലൂരമ്പലത്തിൽ പോയി തിരികെ വന്നപ്പോ കുഞ്ഞിക്ക് നമ്മൾ ഇപ്പൊ പ്രതിഷ്ഠിച്ച ശിവലിംഗ വിഗ്രഹം സമ്മാനിച്ചത് ഇദ്ദേഹമാണ്. ഇത് ദേശമംഗല ക്ഷേത്രത്തിലെ പൂജാരിയുടെ മകളാണ്. മക്കൾ അങ്ങനെ പ്രതിഷ്ഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ലാന്ന് അദ്ദേഹം പറഞ്ഞു. അതനുസരിച്ചാ ചെയ്തത്. നന്നായി. പൂജയൊക്കെ നന്നായി ചെയ്തോ? അച്ഛൻ തിരുമേനി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതുപോലെ ചെയ്തു. തോണിക്കാരൻ പ്രതിഷ്ഠയിൽ കുറ്റമെന്തെങ്കിലും കണ്ടുപിടിക്കാനാണോ ഉദ്ദേശം? താങ്കൾ ആരാണാവോ? ഇത് ഞങ്ങളുടെ യോഗിനിയമ്മയാണ്. വലിയ കഴിവുകളൊക്കെ ഉണ്ട്. എന്ത് കഴിവുകൾ? നിങ്ങൾ കുഞ്ഞുങ്ങളെ വിസ്മയിപ്പിക്കാൻ ചെറിയ കഴിവുകളല്ലേ ആവശ്യമുള്ളൂ. അല്ലല്ല, യോഗിനിയമ്മയ്ക്ക് ഒരുപാട് കഴിവുകളുണ്ട്. യോഗിനിയമ്മ ഞങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരും, ഞങ്ങൾക്ക് പുരാണങ്ങളിലെ കഥകൾ പറഞ്ഞു തരും,
ഞങ്ങളെ ഉപദേശിക്കും. ഞങ്ങളുടെ എല്ലാമാണ് യോഗിനിയമ്മ. അതൊക്കെ പറഞ്ഞാൽ തോണിക്കാരന് മനസ്സിലാകുമോ? എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അകത്തേക്ക് കയറാം. പ്രതിഷ്ഠയും കാണാലോ. വലിയ വലിയ ആളുകളൊക്കെ നിൽക്കുമ്പോ തോണിക്കാരനായ ഞാൻ കയറുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? തോണിക്കാരനും തോണിക്കാരൻ്റെതായ ധിക്കാരമുണ്ട്. എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ, ഇവിടെ ആർക്കും തമ്മിൽ വേർതിരിവില്ല. കയറി വരാൻ പറയൂ. വരൂ. വല്ലാതെ പ്രസാദിച്ചിട്ടുണ്ടല്ലോ ശിവപെരുമാൾ. അതെങ്ങനെയാണ് നിശ്ചയം? പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ എത്തിയിട്ട് ഒന്ന് കൈ കൂപ്പിയതുപോലുമില്ല തോണിക്കാരൻ. ഞാൻ ഭക്ഷണം വിളമ്പട്ടെ, കഴിച്ചിട്ട് പോവാം. പോകാനുള്ളതാണ്, പക്ഷേ നിർബന്ധം കേൾക്കുമ്പോൾ പോകാനും സാധിക്കുന്നില്ല. തിടുക്കമുണ്ടെങ്കിൽ ബുദ്ധിമുട്ടണമെന്നില്ല. ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി തിടുക്കമുണ്ടെന്ന് ആർക്കാ പറയാൻ കഴിയുക? ഞാൻ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. എന്നാ ശരി.